സെൻകുമാർ സാർ, പലതും മറച്ചു വെക്കുകയാണ്, പല വസ്തുതകളും. ഇപ്പോൾ നോക്കൂ, ഇതര മതസ്ഥയായ പെൺകുട്ടിയെ കൊണ്ട് അവളുടെ പോലീസുകാരിയായ അമ്മ വഴി സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുപ്പിക്കുകയായിരുന്നത്രേ. അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, സിദ്ധാർത്ഥൻ്റെ മരണശേഷം ഈ പരാതിയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി 2 തവണ അവർ ഇതിനു വേണ്ടിയിരുന്നു. സമിതിയുടെ ആത്മാർത്ഥത നമ്മൾ ചോദ്യം ചെയ്തത്. സിദ്ധാർത്ഥനെ തല്ലാൻ കോളേജിലെ കുന്നിന്മേൽ കൊണ്ടുപോയപ്പോൾ പുറത്ത് നിന്നുള്ള ചിലരും പങ്കാളികളായി എന്ന ആക്ഷേപമുണ്ട്. അവരൊരു പ്രൊഫഷണൽ ഹിറ്റ് സ്ക്വാഡിലെ അംഗങ്ങളാണെന്ന് കേൾക്കുന്നു. സാർ, ഇതൊക്കെ പലരും രഹസ്യമാക്കി വെക്കുന്നുണ്ടെങ്കിലും പല വസ്തുതകളും നമുക്കറിയാത്തവർ, നാട്ടുകാരാണ്, അവരുടെ ഭാഷ അത് നാട്ടുകാരാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലൊക്കെ പുറത്തു വരുമ്പോൾ, മാത്രമല്ല നമ്മുടെ ഗവർണർ തന്നെയാണ് പറഞ്ഞത് SFI PFI ആ ഒരു അവിഹിത ബന്ധം. അപ്പോൾ ഇതൊക്കെ ഒരു നാഷണൽ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെയല്ലേ പുറത്തു വരുള്ളൂ? കാരണം ഇതിലെ ഗൂഢാലോചന അതെല്ലാം വളരെ വിശദമായി അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഈ കേസ് കഴിയുന്നത്ര വേഗം CBIക്ക് കൊടുക്കുന്നതാണ് ഈ കേസിൻ്റെ നല്ല രീതിയിലുള്ള അന്വേഷണത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. ഈ കിം ജോങ് ഉൻ നോർത്ത് കൊറിയയെ എങ്ങനെ കൊണ്ടുനടക്കുന്നു ആ രീതിയിലാണ് SFI ക്യാമ്പസുകളെ കൊണ്ടുനടക്കുന്നത്. കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് ഏകദേശം പല ക്യാമ്പസുകളും അങ്ങനെയാണ്. പോലീസിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ അതിനെതിരായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ശക്തി ഉണ്ടായിരുന്നത് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ക്യാമ്പസ് ഫണ്ട് മാത്രമായിരുന്നു. 2012-ലോ 2013-ലാണെന്ന് തോന്നുന്നു, ക്യാമ്പസ് ഫണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അവരുടെ ഒരു സംഘടന സംവിധാനം ആരംഭിച്ച സമയത്ത് അവർക്കിട്ട് ഇവർ അടി കൊടുത്തു. അവർ റിയാക്ട് ചെയ്തത് സ്റ്റുഡൻറ് സെൻറ്ററിൽ അതിന് ഭയങ്കര ഭീകരമായ ഒരു തിരിച്ചടി കൊടുത്തിട്ടാണ്. അതിനുശേഷം അവിടെ ക്യാമ്പസ് ഫണ്ടിന് പ്രവർത്തിക്കാനായിട്ട് യാതൊരു ഭയവും വേണ്ട, ഒന്നും വേണ്ട. അവരുടെ ഫ്ലാഗുകളോ അവരുടെ ഒന്നും അവർ തൊടില്ല. പക്ഷേ മറ്റ് പല ക്യാമ്പസുകളിലും, മഹാരാജാസ് അടക്കമുള്ള ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകൾക്ക് ഇത് ഒരു യൂണിറ്റി, അതായത് കിം ജോങ് ഉൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന മാത്രമല്ല. ഇതിൽ ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള 3-4 സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാണ് ഈ ക്യാമ്പസുകൾ ഈ വിധത്തിലാക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പസുകളിൽ ഒരിക്കലും ഒരു വിരുദ്ധ ശബ്ദം, ഒരു വ്യത്യസ്ത ശബ്ദം പുറത്ത് കേൾക്കില്ല. അങ്ങനെ ഒരു വ്യത്യസ്ത ശബ്ദം പുറത്ത് കേൾക്കാനിടയായാൽ അത് അയാളുടെ അവസാനമായിരിക്കും. അതല്ലെങ്കിൽ അയാൾക്ക് ആ ക്യാമ്പസിൽ നിന്ന് എന്നേക്കുമായിട്ട് പോകേണ്ടി വരും. അപ്പോൾ പലരും ഇത്തരത്തിലുള്ള ഒരു കിം ജോങ് ഉന്നിൻ്റെ പ്രവർത്തന രീതി കണ്ട് ഭയപ്പെട്ട് അതിന് തയ്യാറാകാത്തതാണ്. കാരണം UDF ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് പോലും ഈ കഴിഞ്ഞ ഏകദേശം 25 വർഷത്തിനുള്ളിൽ ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള കോളേജുകളിൽ മറ്റേ ഒരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ അതേപോലെ ഇപ്പം നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എല്ലാം കൂടി വൺ സിംഗിൾ കോളേജ് യൂണിവേഴ്സിറ്റിയാണ്. സാധാരണ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ മൾട്ടിപ്പിൾ കോളേജസോ മൾട്ടിപ്പിൾ സെൻറ്റേഴ്സോ ഒന്നും ആയിട്ടുള്ളൊരു സംവിധാനമല്ല. ഒരു വൈസ് ചാൻസലറും ആ വൈസ് ചാൻസലർക്ക് കീഴിലുള്ള എല്ലാ മറ്റ് പ്രൊഫസർമാരും ഡീൻമാരും മറ്റ് എല്ലാ ലെക്ചേഴ്സും എല്ലാവരും ഒരു ക്യാമ്പസിൽ ഒരു 110 ഏക്കറോ മറ്റോ ഉള്ള ഒരു ക്യാമ്പസിൽ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാനായിട്ട് ഇനി ഇതിന് വിക്ടിംസ് പ്രൊട്ടക്ഷൻ അത്യാവശ്യമായിട്ടൊരു കേസാണ്. കാരണം ഇത് കണ്ടവർ പലരും ഇത് റെക്കോർഡ് ചെയ്തിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ 130 പേര് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ച് പേരെങ്കിലും ഈ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടെത്തണ്ടേ? അതിനൊക്കെ ഈ അന്വേഷണം പര്യാപ്തമാണോ? അതുപോലെ ഇവർ തമ്മിൽ നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടിയെ എന്തിനാണ് വീട്ടിൽ പോയ കുട്ടിയെ തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നത്? അതിനാരാണ് പ്രേരിപ്പിച്ചത്? അതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇവർ പറയുന്ന രീതിയിൽ അവിടെ
ഒരു നീതിന്യായ കോടതി നടത്തി ആ നീതിന്യായ കോടതിയുടെ തീരുമാനപ്രകാരം ശിക്ഷാ നടപടികൾ എടുക്കാനായിട്ടുണ്ടായ ഒരു സംവിധാനമുണ്ട്. ഇനി അവിടെയുള്ള കുട്ടികൾക്ക് അത് 1-ാം വർഷക്കാരുണ്ടാകാം, 2, 3, 4 വർഷങ്ങളിലൊക്കെ ഉണ്ടാകാം. അവർക്കെല്ലാം ഈ പഠനം പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷ തോന്നണം. എങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കേസായിട്ട് മാറുകയാണിത്. അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത്, ഇത് തീർച്ചയായിട്ടും CBI പോലുള്ള ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും അതവരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ആവശ്യം പറഞ്ഞ് ഒരു ലെറ്റർ കൊടുക്കുകയും അത് അല്ലെങ്കിൽ ഉടൻ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ആവശ്യം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഉന്നയിച്ച് ആ കേസ് കഴിയുന്നത്ര വേഗം, ഇപ്പോൾ കാഞ്ഞങ്ങാടൊക്കെ നടന്ന ഡബിൾ മർഡർ കേസിലൊക്കെ CBI അന്വേഷണം വന്നതുപോലെ കഴിയുന്നത്ര വേഗം ഒരു CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് കൊണ്ടുപോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ മർഡേഴ്സ് കണ്ണൂർ ജില്ലയിലൊക്കെ നടന്നിരിക്കുന്നു. അതിൽ എത്ര കേസിലാണ് ഈ TP ചന്ദ്രശേഖരൻ കേസ് ഒഴിച്ച് ബാക്കി എത്ര എണ്ണത്തിലാണ് പ്രോപ്പറായിട്ട് ശിക്ഷ ഉണ്ടായത്? ഇപ്പോൾ KT ജയകൃഷ്ണൻ കേസിലൊക്കെ ഉള്ള ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയാൽ അറിയാം. അതിൽ പോലീസ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുപരിയായിട്ട് പോകുന്ന ഒരു സംവിധാനം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം, അതുപോലെ തെളിവുകളും സാക്ഷികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, ആ സംവിധാനമുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകേണ്ടത് അത്യാവശ്യമാണ്. അത് എൻഷുർ ചെയ്യാനായിട്ട് ഉള്ളത് അത്യാവശ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇതിൽ ഇന്ന ന്യൂനതകളാണ് ആൾറെഡി സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൽ ഇന്ന തെളിവുകളാണ് ആൾറെഡി പോയിരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന ഡയറക്റ്റ് എവിഡൻസിനുള്ള വിദ്യാർത്ഥികൾ ഈ ഭീഷണിയുടെ ഉള്ളിൽ ജീവിക്കുന്നവരാണ്, അവർക്ക് യാതൊരു കാരണവശാലും അവരുടെ ജീവൻ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം ബാക്കി എല്ലാ കാര്യങ്ങളും ഭയന്ന് സത്യം പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് CBIക്ക് കൊടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഇതിൽ സത്യസന്ധമായിട്ട് ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകുകയുള്ളൂ. ഏത് സത്യസന്ധമായ അന്വേഷണം ഏത് ഏജൻസി നടത്തണമെങ്കിലും അതിന് തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകൾ ഇല്ലാതായിക്കൊണ്ടിരുന്നാൽ പിന്നീട് വരുന്ന ഏജൻസിക്ക്, ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്, ആദ്യമായിട്ട് അന്വേഷണം നടത്തിയ ആൾ വളരെ മോശമായിട്ടുള്ള അന്വേഷണമായിരുന്നു. ഞാൻ തന്നെയാണ് അത് CBIക്ക് പോകണമെന്ന് റെക്കമെൻഡ് ചെയ്ത് വിട്ടത്. ഞാൻ രണ്ടാമത് DGP ആയിട്ട് വന്ന സമയത്ത് ഞാൻ തന്നെയാണ് അത് CBIക്ക് കൊടുക്കണമെന്ന റെക്കമെൻഡേഷൻ സർക്കാരിനേക്ക് അയച്ചത്. അപ്പോൾ ആ CBI വരുന്ന സമയത്തേക്കും ആ തെളിവുകളെല്ലാം പോയിരുന്നു. CBIക്ക് ഒന്നും ആ തെളിവുകൾ വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയെങ്കിലും വൈകിക്കാതെ കഴിയുന്നത്ര വേഗം ഇത് CBIക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് നല്ലത്. പോലീസിന് എന്തിനെ ഇത് എതിർക്കേണ്ട ആവശ്യം എന്താണ്? പോലീസിന് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. കാരണം ഒരു കേസ് വിശ്വാസ്യത കൂടുതലുള്ളവർക്ക് വിക്ടിംസിൻ്റെ ഭാഗം ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇതിൽ ഇന്ന തെളിവുകൾ ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കേണ്ടതാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള നടപടികൾ ഉണ്ടാകുകയാണ് അത്യാവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇമ്മീഡിയറ്റായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് റിട്ട് ഫയൽ ചെയ്ത് അതനുസരിച്ച് ഈ കേസ് CBIക്ക് കഴിയുന്നത്ര വേഗം കൊടുക്കുക എന്നുള്ളതാണ്. അതുവരെയെങ്കിലും കേരള പോലീസിൽ ആത്മാഭിമാനമുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ, എനിക്ക് അവിടുത്തെ SP കാര്യത്തിലടക്കം വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ തരം കേസുകളിൽ പോലും ഭയത്തോടെ അല്ലാതെ പെരുമാറാൻ, സമ്മർദ്ദം ഏറ്റുവാങ്ങി പെരുമാറേണ്ട ആവശ്യം എന്താണ്? സത്യസന്ധമായിട്ടുള്ള കാര്യം ഉള്ള പോലെ പോയിക്കൂടെ? എന്തിനാണ് ഇവർ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്ര അധികം ഇപ്പോൾ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ജനം ചോദിച്ച ഒരു സമയത്ത് പറഞ്ഞിരുന്നു, ഇതിൽ IPS ഓഫീസർമാർ ആത്മാഭിമാനമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹൈറാർക്കിയിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി മുതൽ
DGP വരെയുള്ളവരിലുള്ള ആത്മാഭിമാനമുള്ള ഓഫീസർമാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് റിട്ടൺ ഡയറക്ഷൻ കൊടുക്കുകയും ആ റിട്ടൺ ഡയറക്ഷൻ അനുസരിച്ച് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴുള്ള തെളിവുകൾ നഷ്ടപ്പെടാതെ അത് കഴിയുന്നത്ര എടുത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ഫ്യൂച്ചറിൽ ഭാവിയിൽ അതൊരു CBIക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടാകുന്ന ഒരു ഘട്ടം, അതായത് ഡയറക്റ്റ് എവിഡൻസ് അത് വളരെ ശുഷ്കമായി പോകാൻ സാധ്യതയുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് ഇതിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും സയൻറ്റിഫിക് എവിഡൻസും ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും കുറച്ച് ഓഫീസേഴ്സിനെങ്കിലും ആത്മാഭിമാനം ഉണ്ടാകും. ഇത്തരം കേസുകളിൽ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തണമെന്നുള്ളത്, അത് ആരുടെ സമ്മർദ്ദത്തിനും വഴങ്ങാത്ത വിധത്തിൽ അന്വേഷിക്കാൻ താല്പര്യമുള്ള ഓഫീസർമാരുണ്ടാകും. IPSലൊക്കെ ഇരിക്കുന്നവർ അത് ചെയ്യണം എന്നുള്ളതാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകണം. ഈ കേസ് അവർ ഒരു മാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ ചിഹ്നമായിട്ടെടുത്ത് ഈ കേസിലുള്ള തെളിവുകൾ നഷ്ടപ്പെടാതെ കിങ് ജോണിൻ്റെ സാമ്രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് പുറത്തു നിന്ന് അതിന് തെളിവുകൾ ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ തികച്ചും എന്താ പറയുന്നത്, എല്ലാ അന്വേഷണങ്ങൾക്കും അന്വേഷണം വന്നാലും എന്താണ്, കണ്ട ആൾക്കാരില്ല, കേട്ട ആൾക്കാരില്ല, ആര് എന്ത് ചെയ്തു എന്ന് പറയാൻ ആൾക്കാരില്ല, ഓരോരുത്തരുടെയും റോൾ എന്താണെന്ന് പറയാൻ ആൾക്കാരില്ല. ഈ വിധത്തിൽ എത്തിക്കുക എന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറി കൃത്യമായിട്ട് ഇതിനെല്ലാം തെളിവ് കൊടുക്കാൻ ശാസ്ത്രീയമായിട്ടും വ്യക്തിപരമായിട്ടും പറ്റുന്ന, അങ്ങനെയുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇതിൻ്റെ അന്വേഷണം കഴിയുന്നത്ര വേഗം മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. അതിന് എല്ലാവരും കൂടി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിദ്ധാർത്ഥൻ്റെ കുടുംബം ഈ ചർച്ച കാണുന്നുണ്ട്. സെൻകുമാർ സാറിൻ്റെ വാക്കുകൾ അവർ മുഖവിലക്ക് എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. അതാണ് ഇവർ തല്ലിക്കെടുത്തിയത്, ഈ കപാലിക. ഇവിടെ നമുക്കറിയാം, CPI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മിസ്റ്റർ PV 10 ലക്ഷം രൂപയാണ് ജുനൈദിൻ്റെ കുടുംബത്തിന് കൊടുത്തത്. ഇന്നിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യമെങ്കിലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ചർച്ച ചെയ്യേണ്ടതല്ലേ? ഈ നാണംകെട്ട മന്ത്രിസഭയിൽ നിന്ന് മാന്യന്മാർക്കത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ നേരത്തെ ആസിഫ് അലി സാർ പറഞ്ഞ മാതിരി UPയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ 10 ലക്ഷം അല്ല 1 കോടി ഒരു പക്ഷെ പ്രഖ്യാപിച്ചേനെ, കൊടുക്കാൻ കയ്യിൽ കാശില്ലെങ്കിലും പ്രഖ്യാപനങ്ങളും നടത്തിയേനെ. ഇത് പ്രഖ്യാപിക്കുകയില്ല, കൊടുക്കുകയുമില്ല. കാരണം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സെൻകുമാർ സാറ് പറഞ്ഞു, ആത്മാഭിമാനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ സത്വര നടപടികൾ സ്വീകരിക്കണം. സാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ആത്മാഭിമാനമുള്ളവരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താങ്കളുടെ അനുഭവം ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. താങ്കളെ എങ്ങനെയാണ് ഇടതുപക്ഷം വേട്ടയാടിയത്, താങ്കളെപ്പോലെ തന്നെ ജേക്കബ് ജോർജിനെ എങ്ങനെയാണ്, ജേക്കബ് തോമസിനെ എങ്ങനെയാണ് വേട്ടയാടിയത് എന്നെല്ലാം ഇതേ ഉദ്യോഗസ്ഥന്മാർ കാണുകയല്ലേ. അപ്പോൾ ഇത് ഒരു മാതൃകയായിട്ട് അവർ കാണിക്കുകയാണ്, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ആത്മാഭിമാനം ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ പലതും വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങേപോലെ ധൈര്യത്തോടുകൂടി പലതും തുറന്നു ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടത്തിൻ്റെ സന്തതികളായിട്ട് പോലീസ് മാറുന്നു. പോലീസ് എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ചോദ്യം. പോലീസിനല്ല സാർ ഭയം പോലീസ് മന്ത്രിക്കാണ്. പോലീസ് മന്ത്രി ഭയപ്പെടുന്നു. കാരണം പോലീസ് മന്ത്രിയുടെ ഇപ്പോഴത്തെ കിങ്കരന്മാർ അവരാണ് SFIക്കാർ. ഗവർണറെ വഴിനീളെ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ കിങ്കരന്മാർ, അവർക്ക് വേണ്ടിയാണ് ഈ പിണറായി വിജയൻ ഈ സമീപനം സ്വീകരിക്കുന്നത്. ജുനൈദിന് 10 ലക്ഷം കൊടുക്കാൻ എത്ര വേഗം കഴിഞ്ഞു. ആ വീട്ടിലൊന്ന് പോയി ആ അമ്മയൊന്ന് കാണാൻ, അതല്ലേ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പൈസയൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. ആ സ്ത്രീയുടെ കൈ പിടിച്ച്, ആ അച്ഛൻ്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കലല്ലേ ഭരണകൂടം ചെയ്യേണ്ടത്. അതിനല്ലേ ഭരണകൂടമെന്ന് പറയുന്നത്. അതിനല്ലേ ഇവനെയൊക്കെ നമ്മൾ അധികാരത്തിലേറിയത്. എനിക്കിത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല ഈ വിഷമമുള്ളത്, ഈ വികാരമുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല. എനിക്കിന്ന് ഒരു ഫേസ്ബുക്കിൽ എനിക്കിന്നൊരു ഫോട്ടോ വന്നു. നിങ്ങൾ ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണണം.
ഈ ഫോട്ടോയിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കയത്തിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് തൻ്റെ മകൻ്റെ വേർപാടിൽ അകന്നൊന്ത് വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നോക്ക് നിങ്ങൾ. എങ്ങനെ നന്നാവാനാണെന്ന് ഈ കേരളം, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതല്ലേ? ഒരച്ഛൻ്റെ ദുഃഖത്തിൽ മാറി പിളർന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്ന മാതൃദുഃഖത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ് വേറെ ഏതോ ഫോൺ കോളിൻ്റെ കാര്യം പറഞ്ഞ്. ഇതാണ് പ്രതിപക്ഷം. ഇത്രയേ ഉള്ളൂ പ്രതിപക്ഷമെന്ന് അറിയാം ഭരണപക്ഷത്തിന്. അതുകൊണ്ടാണ് നടുമുറ്റത്ത് നിരവധി വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ നഗ്നനാക്കി ബെൽറ്റ് കൊണ്ടടിച്ച് ഏതോ വയറുകൊണ്ടടിച്ച് ചവിട്ടി തൊഴിച്ച് ആ പാവം പയ്യനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ഒരാൾ, ഈ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി, എനിക്ക് വളരെ സഹതാപവും വിഷമവും പ്രയാസവും തോന്നുകയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, വയനാട്ടിലൊരു ശുദ്ധികലശം ഉണ്ടാവണം. വയനാട്ടിലല്ല, കേരളം മൊത്തത്തിൽ ശുദ്ധികലശം ഉണ്ടാവണം. SFI എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ചുവന്ന താവളങ്ങൾ, ചുവന്ന കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം നരഭോജികളായിട്ടാണ് അവർ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. എൻ്റെ 2 കൈയും കാലുമാണ് തല്ലി ഓടിച്ചത്, ഒരു തെറ്റും ചെയ്തിട്ടല്ല. നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞല്ലോ, 2 സ്ത്രീകൾ പെൺകുട്ടികൾ ഇന്ന് ഹോസ്റ്റലിന് മുമ്പിൽ സംസാരിച്ച കാര്യം അനിൽ നമ്പ്യാർ പറഞ്ഞല്ലോ. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇത് ഇവിടെ മാത്രമല്ല, അതായത് കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അന്നത്തെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്നെ അവർ പതിയിരുന്ന് വഴിയിൽ വെച്ച് ആക്രമിച്ച് എൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കുമ്പോൾ അവർ വിളിച്ച് കോളേജ് ആ യുവജനോത്സവത്തിൽ, അവിടെ യുവജനോത്സവം നടക്കുകയാണ്, ആ യുവജനോത്സവത്തിൽ പറയുന്നത് വനിതാ ഹോസ്റ്റലിൽ മദ്യപിച്ച് കയറിയ ഗോപാലകൃഷ്ണനെ തല്ലിയെന്നാണ്. ഞാൻ മദ്യപിക്കില്ല, ഞാൻ വനിതാ ഹോസ്റ്റലിലായിരുന്നില്ല. അതാണ് അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് കൊന്നാ പോരാ, കൊന്നിട്ടും അരിശം തീരാതെ അവൻ്റെ എല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ 10 ലക്ഷമല്ല, 1 കോടി കൊടുത്താൽ പോലും അത് തീർച്ചയായിട്ടും സിദ്ധാർത്ഥൻ്റെ ജീവൻ്റെ വിലയാൽ ആകൂല. പക്ഷെ ഒരു ഭരണകൂടം എന്ന നിലയിൽ, നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞത് കറക്റ്റാണ്, ഒരു ഭരണകൂടം എന്ന നിലയിൽ വലിയ തോതിലുള്ള ഒരു തുക ആ കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറാവണം. കാരണം ഈ സിദ്ധാർത്ഥ് വളർന്നിരുന്നെങ്കിൽ ആ കുടുംബത്തിന് അത്താണിയാകുമായിരുന്നു. അതിന് തയ്യാറാവണം ഈ ഗവൺമെൻറ്, യാതൊരു സംശയവുമില്ല. യെസ് ശ്രീജിത്ത്, CBI വരണ്ടേ? CBI വരുമോ? അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെയാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒന്നാമതായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന പോലീസ്, സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജ്, അതായത് അവരുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മറ്റ് വിദ്യാർത്ഥികൾ സംഘടനകൾക്ക് തന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് എന്ന് പറയപ്പെടുന്ന ഒരു കോളേജ്, ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ. തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. പ്രാരംഭമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ കേസിനെ വളരെ ദുർബലമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർഭയരായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം കേരള പോലീസ് ഇവിടെ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. കോളേജിന്റെ തന്നെ മേലധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഉദാസീനത നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയും തുടർന്ന് അവിടെ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥികളാണ് മറ്റുള്ളവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോളേജിലെ ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്നോ അവർക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം തുടർന്നുണ്ടാകുമോ എന്നുള്ള ഭയം അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഈ വിദ്യാർത്ഥി സംഘടനയെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട്
വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു, വിദ്യാർത്ഥിനികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ആ കോളേജുമായി ബന്ധപ്പെട്ട്, ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ കേസ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ പിന്നീട് ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ തന്നെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം മറ്റൊരു ക്യാമ്പസിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതേ ഒരു സൈക്കിളിൽ കൂടി നമ്മൾ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഈ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടാകണം. അതിന് സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി മറ്റുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, PTA ഉൾപ്പെടെയുള്ള ആൾക്കാർ വരണം. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ടൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മൾ പലപ്പോഴും പറയും, ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ, ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത് അവസാനത്തേതായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കും. പക്ഷെ ആ പ്രത്യാശ ഇവിടെ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ, അതിനെ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ ഉണ്ടാകണം. ആ കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ആ കുടുംബത്തിന്, ഈ അന്വേഷണത്തിന് ഒക്കെ നൽകുന്ന പിന്തുണ എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആ വീട്ടുകാരോടൊപ്പം അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള യാചനയ്ക്കൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിൽ അവർ മുന്നിൽ നിന്നാൽ മാത്രം മതി. ഈ സംവിധാനമെല്ലാം തന്നെ അവരോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രത്യാശ. യെസ്, വളരെ നന്ദി ശ്രീജിത്ത്. സെൻകുമാർ സർ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഈ ചർച്ച ധന്യമാക്കിയതിന്. സിദ്ധാർത്ഥന് നീതി കിട്ടിയേ മതിയാവൂ. ആ കുടുംബത്തിൻ്റെ തീരാനോവ് ഇനി മറ്റാർക്കും ഉണ്ടാവരുത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കും. രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ കാഠിന്യവും വരും ദിവസങ്ങളിൽ വർദ്ധിക്കും. അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ അടിയന്തര സാന്നിധ്യം അനിവാര്യമായിരിക്കുന്നു. സർക്കാർ തന്നെ അന്വേഷണം CBIക്ക് വിടാൻ മുൻകൈ എടുക്കണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.